നിന്നിലലിയാൻ ഞാൻ ഭാഗം 68. പാർവതി വേഗം ചെന്ന് ഡ്രസ്സെല്ലാം മാറി ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും അവൾക്ക് നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവൾ വേഗം ബെഡിലേക്ക് കയറി കിടന്നു. അല്പസമയം കഴിഞ്ഞ് തൻ്റെ അടുത്ത് ആരോ കിടക്കുന്നത് പോലെ കണ്ട പാർവതി കാണുന്നത് അവളെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ഇന്ദ്രനെയാണ്. ഇത് എപ്പോൾ വന്നു? അവൾ പതിയെ ചോദിച്ചു. കുറച്ചു നേരമായി. കിടന്നോ, ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി, ഇന്ദ്രൻ കണ്ണടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അത് കേട്ടതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. എപ്പോഴും അവൾ ആ നെഞ്ചിൻ്റെ ചൂടിൽ ഉറങ്ങാനാണ് ആഗ്രഹിക്കാറ്. വാതിലിൽ മുട്ടുകേട്ടാണ് ഇന്ദ്രൻ കണ്ണു തുറന്നത്. അവൻ നോക്കുമ്പോൾ പാറു നല്ല ഉറക്കാണ്. അവൻ അവളെ എഴുന്നേൽപ്പിക്കാതെ പതിയെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ അമ്മയാണ്. ഇന്ദ്ര, പാറുമോള്? അമ്മ ചോദിച്ചു. അവൻ ബെഡിലേക്ക് നോക്കി. ഉറക്കാണ്, നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു, ഇന്ദ്രൻ പറഞ്ഞു. ഇത് കൊടുക്ക്, ഫ്രഷായിട്ട് ഇത് കുടിക്കാൻ പറ, ക്ഷീണമെല്ലാം മാറും. അമ്മ പറഞ്ഞ് ഇന്ദ്രൻ്റെ നേരെ ഒരു ട്രേ നീട്ടി. അതിൽ ജ്യൂസും മറ്റ് സ്നാക്സും ഉണ്ടായിരുന്നു. ഇത് കഴിച്ചിട്ട് മോളോട് ഇന്ദ്രജയുടെ റൂമിലേക്ക് വരാൻ പറ, അവിടെ മോളെ റെഡിയാക്കാനുള്ള ആളുകൾ വന്നിട്ടുണ്ട്, അമ്മ പറഞ്ഞു. ഇന്ദ്രൻ സമ്മതിച്ചുകൊണ്ട് ഡോറടച്ച് ചെന്ന് പാറുവിനെ വിളിക്കാൻ തുടങ്ങി. കണ്ണ് ചിമ്മി പതിയെ കണ്ണ് തുറന്നു. അവൾ ഇന്ദ്രനെ നോക്കി. നല്ല ക്ഷീണമുണ്ടോടാ നിനക്ക്? ഇന്ദ്രൻ ചോദിച്ചതും പാർവതി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു. എന്നാ എഴുന്നേക്ക്, എന്നിട്ടിതേ ഒന്ന് ഫ്രഷായിട്ട് ഈ ജ്യൂസും അമ്മ എന്തൊക്കെയോ കഴിക്കാനും കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിച്ചിട്ട് ചെന്ന് റെഡിയാവാൻ നോക്ക്. ഇന്ദ്രൻ പറഞ്ഞതും പാർവതി അവളുടെ 2 കൈകളും അവന് നേരെ വിരിച്ച് പിടിച്ചു. അത് കണ്ടതും ഇന്ദ്രൻ അവളുടെ ആ കൈക്കുള്ളിലേക്ക് ചെന്നു. അവളുടെ മാറിൽ തല വെച്ചു. അവൾ ആ 2 കൈകൾ കൊണ്ടും അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അല്പസമയം അങ്ങനെ കിടന്ന ഇന്ദ്രൻ പതിയെ അവളെ ഒരുപാട് വേദനിപ്പിക്കാതെ അവളുടെ മാറിൽ കടിച്ചു. അവളിൽ നിന്നും ചെറിയൊരു ശബ്ദം പുറത്തേക്ക് വന്നതും അവൻ മുഖമുയർത്തി അവളെ നോക്കി. മര്യാദയ്ക്ക് നിന്ന് എന്നെ വിളിച്ച് പ്രലോഭിപ്പിച്ചതല്ലേ, ഇപ്പോൾ ഇതിനെ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവൾ ഇട്ടിരുന്ന ലൂസായിട്ടുള്ള ആ ഡ്രസ്സിൻ്റെ കഴുത്തിൻ്റെ ഭാഗം കുറച്ച് താഴ്ത്തി. അവളുടെ മാറിൽ അവൻ കടിച്ചെടുത്ത് പതിയെ ചുണ്ടുകൾ വെച്ചു. പാർവതിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. മുഖമുയർത്തി നോക്കിയ ഇന്ദ്രൻ കാണുന്നത് കണ്ണുകളടച്ച് ചെറിയൊരു പുഞ്ചിരിയോടെ കിടക്കുന്ന അവളെ കണ്ടതും അവൻ്റെ മുഖം വീണ്ടും അവളുടെ കഴുത്തിടുക്കിലേക്ക് ചേർന്നു. അവിടെ അവൻ്റെ ചുണ്ടിൻ്റെ നനവറിഞ്ഞതും അടിവയറ്റിൽ തിരമാലകൾ ആർത്തലയ്ക്കുന്നത് പോലെ തോന്നി. അവൾ പതിയെ കണ്ണു തുറന്നു. ഇന്ദ്രേട്ടാ, അവൾ വിറച്ച് പറയുന്നുണ്ട്. നിനക്കറിയാവുന്നതല്ലേ പെണ്ണെ, തുടങ്ങിയ ഇന്ദ്രന് നിർത്താൻ പറ്റില്ല എന്ന്. തുടങ്ങി വെച്ച നീയല്ലേ, അപ്പോൾ അനുഭവിച്ചേ പറ്റൂ, അവൻ പറഞ്ഞു. ഇപ്പോൾ വേണ്ട ഇന്ദ്രേട്ടാ, സമയം പോകുന്നു, അമ്മ അന്വേഷിച്ചു വരും, അവൾ പറഞ്ഞു. അപ്പോൾ സമയമുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ, ഇന്ദ്രൻ ചോദിച്ചു. മാറങ്ങോട്ട്, അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെ? ഒരനക്കവുമില്ലാതെ അവൾക്ക് മുകളിൽ കൈകുത്തിക്കൊണ്ട് അവൻ കിടന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ പാറു, ഇന്ന് ഒരുപാട് നടന്നതല്ലേ അവിടെയെല്ലാം, അതിൻ്റെ ക്ഷീണമുണ്ടോ, ഇന്ദ്രൻ ചോദിച്ചു. ഇല്ല ഇന്ദ്രേട്ടാ, ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും എൻ്റെ ക്ഷീണമെല്ലാം മാറി, അവൾ പറഞ്ഞു. അവൾ പതിയെ എഴുന്നേക്കാൻ പോയതും അയ്യോ ഞാനൊരു കാര്യം മറന്നു എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. പെട്ടെന്ന് അവനത് ചെയ്തതും അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു. ഇനി എഴുന്നേറ്റോ, അവൻ കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. ഇന്ദ്രൻ അപ്പോഴേക്കും ഫോണെടുത്ത് അഖിലിനോട് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയായിരുന്നു. പാർവതി വാഷ്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങിയതും ഇന്ദ്രൻ തന്നെ ആ കൊണ്ടുവന്ന ജ്യൂസും സ്നാക്സും അവൾക്ക് കൊടുത്തു. ഇപ്പോൾ ഇടയ്ക്കിടെ ഭക്ഷണം കൊടുക്കൽ അവൾക്ക് ഇന്ദ്രൻ പതിവാക്കിയിരിക്കുകയാണ്. അത് കഴിക്കാതെ അവൻ വിടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവളത് മുഴുവനും കഴിച്ചു. അതിനുശേഷമാണ് അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി ഇന്ദ്രൻ തന്നെ റൂമിലേക്ക് കൊണ്ടുപോയി ആക്കിയതും. അതിനുശേഷം ഇന്ദ്രനും റെഡിയാവാനായി അവൻ്റെ റൂമിലേക്ക് വന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും റെഡിയാവാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും റെഡിയായി പാർവതിയെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി.
ഇന്ദ്രനും ആ സമയം തന്നെ റെഡിയായി താഴേക്ക് വന്നു. അപ്പോഴാണ് അവന് അഖിലിൻ്റെ കോള് വന്നത്. അവൻ അഖിലിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പാർവതി റെഡിയാവാനായി കയറിയ റൂമിൻ്റെ ഡോറ് തുറന്നത്. ഡോറ് തുറന്ന് ഒരു പുഞ്ചിരിയോടെ അവൻ അവളെ റെഡിയാക്കാൻ ഏൽപ്പിച്ച ഡിസൈനർമാരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പുറത്തേക്കിറങ്ങി. എല്ലാവരുടെയും കണ്ണുകൾ അകത്തേക്ക് തന്നെയായിരുന്നു. ഏറ്റവും പിന്നിലായി ഇറങ്ങി വരുന്ന പാർവതിയെ കണ്ട ഇന്ദ്രൻ ഒരു നിമിഷം ഫോണിൽ സംസാരിക്കാൻ പോലും മറന്ന് അങ്ങനെ തന്നെ നിന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. വൈറ്റ് സാരിയിൽ നിറയെ മുത്തുകളും പേളുകളും വില കൂടിയ സ്റ്റോണുകളും പിടിപ്പിച്ചിരിക്കുന്ന ആ സാരിയിൽ പാർവതിയുടെ സൗന്ദര്യം തിളങ്ങി നിന്നു. അവളെ കണ്ടതും ഇന്ദ്രൻ്റെ അമ്മയും അനിയത്തിമാരും എല്ലാം അവളുടെ അടുത്തേക്ക് ചെന്നു. അവർ പാർവതിയെയും അവിടെ മാറി നിൽക്കുന്ന ഇന്ദ്രനെയും ഒന്ന് നോക്കി. ഇന്ദ്രൻ്റെ മുഖത്തെ ആ സന്തോഷം, ആ അമ്പരപ്പും കണ്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു. ഫോണിൽ സംസാരിക്കാൻ പോലും മറന്ന് ഇന്ദ്രൻ പാർവതിയുടെ അടുത്തേക്ക് വന്നു. കണ്ടാൽ ശരിക്കും ഒരു ക്രിസ്ത്യൻ ബ്രൈഡിനെ പോലെ തോന്നുന്നുണ്ട്. പ്യുവർ വൈറ്റ് സാരിയിൽ അതിലുള്ള സ്റ്റോണുകളുടെ തിളക്കം പാർവതിയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് പോലെ തോന്നി. കഴുത്തിൽ കിടക്കുന്ന ആ ഡയമണ്ടിൻ്റെ ചോക്കറിൻ്റെ തിളക്കവും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ഹെവി ഡയമണ്ട് മാലയും അതിൻ്റെ തിളക്കവും അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തോന്നി. അതിൻ്റെ കൂടെ ഇന്ദ്രൻ അണിയിച്ച മംഗല്യസൂത്രയും കാതിൽ വലിയ വൈറ്റ് ഡയമണ്ട് ഇയറിങ്ങും 2 കൈകൾ നിറച്ച് വൈറ്റ് ഡയമണ്ട് വളകളും മോതിരങ്ങളുടെയും എല്ലാം തിളക്കം അവളിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വൈറ്റ് ഡയമണ്ട് ആഭരണങ്ങളിലും ആ വൈറ്റ് സാരിയിലും അവൾ അതിസുന്ദരിയായിരുന്നു. മോനെ ഇന്ദ്ര, ഈ വൈറ്റ് ഡ്രസ്സ് നീ എടുത്തപ്പോൾ ഇത്രയും ഭംഗി ഞാൻ പ്രതീക്ഷിച്ചില്ല. നന്നായിട്ടുണ്ട്, മുത്തശ്ശി പറഞ്ഞു. അവളുടെ അടുത്തേക്ക് ജെൻസിയും നീതുവും എല്ലാം വന്നു. ശരിക്കും ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുന്ന വധുവിനെ പോലെ തോന്നുന്നു. പക്ഷേ അതിനേക്കാൾ മുകളിലാണ്. നിന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല, ഇതിൻ്റെയെല്ലാം തിളക്കം കാരണം, ജെൻസി പറഞ്ഞു. അതെ, സംസാരിച്ചു നിന്ന് സമയം പോയി. എല്ലാവരും അവിടെ എത്തിത്തുടങ്ങിയെന്ന് പറഞ്ഞ് അഖിലേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ ഫോണിൽ വിളിച്ചിട്ട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. ദേ ഇപ്പോൾ എന്നെ വിളിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇവാൻ വന്നു. ഞാൻ പാർവതിയും കൊണ്ട് വന്നോളാം, നിങ്ങളെല്ലാവരും പോയിക്കൊള്ളൂ. ഇന്ദ്രൻ പറഞ്ഞതും അമ്മ അവനെ നോക്കി. വേഗം വരുമോ നീ, അല്ലെങ്കിൽ ഇനിയും സമയം പോകും. ഇല്ലമ്മ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. എല്ലാവരും അവിടെ നിന്നും ഇറങ്ങിയിട്ടും ഇന്ദ്രൻ പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നിന്നു. അപ്പോഴാണ് അവൾ ഇന്ദ്രനെ നോക്കുന്നത്. വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് കളർ ഇൻഡോ വെസ്റ്റേൺ ഡ്രസ് ഇൻ ജോർജറ്റ് ഫാബ്രിക് വിത്ത് എംബ്രോയ്ഡർഡ്. ആ ഡ്രസ്സിൽ ഇന്ദ്രനെ കാണാനും നല്ല ഭംഗിയായിരുന്നു. അവൾ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ തിരിഞ്ഞു നിന്ന് അവളുടെ മുഖത്ത് നോക്കി. അവളുടെ 2 കവിളിലും കൈവച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ കൈക്കുള്ളിലാക്കി അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. നന്നായിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചാലും നന്നായിട്ടുണ്ട്, അവൻ പറഞ്ഞു. അവൻ പെട്ടെന്ന് അവളെയും കൊണ്ട് ഡ്രസ്സ് ചെയ്തു വന്ന ആ റൂമിലേക്ക് നടന്നു. എന്താ ഇന്ദ്രേട്ടാ, അവൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ മിണ്ടാതെ ആ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നു. അതിലവൻ എന്തോ നോക്കുന്നത് കണ്ടതും പാർവതി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു കാജൽ പെൻസിൽ എടുക്കുന്നത് കണ്ടു. അതെടുത്ത് അവൻ അവളുടെ ചെവിക്ക് പുറകിൽ ഒരു ഡോട്ട് ഇട്ടുകൊടുത്തു. അത് കണ്ടതും അവൾക്ക് ചിരി വന്നു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ആ പെൻസിൽ വാങ്ങി അവൻ്റെ ചെവിക്ക് പിന്നിലും അവൾ ചെറുതായി ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. എൻ്റെ ചെക്കനും കണ്ണ് കിട്ടരുതല്ലോ, അവൾ പറഞ്ഞു. പിന്നീട് ഇന്ദ്രൻ പാർവതിയെ വളരെ ശ്രദ്ധയോടെ പാർട്ടി ഹാളിലേക്ക് എത്തിച്ചു. അവിടെ ഇന്ദ്രനെയും പാർവതിയെയും പ്രതീക്ഷിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ സെക്യൂരിറ്റി അകമ്പടിയോടെയാണ് ഇന്ദ്രൻ പാർവതിയെ അവിടെ എത്തിച്ചത്. അതും പുറമേ നിന്നുള്ള ആരും കാണാതെയാണ് അവൻ എത്തിച്ചതും. പാർട്ടി ഹാളിൽ VIP-കളാലും അവർ ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളാലും നിറഞ്ഞു. ആങ്കർ നിറയെ റെഡ് റോസാപ്പൂക്കളാൽ അലങ്കരിച്ച അതിമനോഹരമായ സ്റ്റേജിലേക്ക് കയറി നിന്നു. അഖിൽ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് അവിടെ വന്ന എല്ലാ അതിഥികൾക്കുമായി നല്ലൊരു വാം വെൽക്കം സ്പീച്ച് തന്നെ നടത്തി. അതിനുശേഷം അവൻ ഇന്ദ്രനെ അവിടേക്ക് ക്ഷണിച്ചു. അപ്പോഴേക്കും അവിടെയുള്ള ലൈറ്റുകൾ എല്ലാം അണഞ്ഞു. ഫംഗ്ഷൻ നടക്കുന്ന എൻട്രൻസിൻ്റെ വാതിക്കൽ ഒരു സ്പോട്ട് ലൈറ്റ് തെളിഞ്ഞു. അവിടെ ഇന്ദ്രനെ എല്ലാവരും കണ്ടു. തല ഉയർത്തിപ്പിടിച്ച് ആ വൈറ്റ് ഡ്രസ്സിൽ ആ വാം ലൈറ്റിൽ ഇന്ദ്രനെ എല്ലാവരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അവൻ കൈ നീട്ടുന്നത് കണ്ടതും അതിലേക്ക് കൈ പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നത് എല്ലാവരും കണ്ടു.
അവളുടെ ആ ഡ്രസ്സിൻ്റെ തിളക്കം ആ സ്പോട്ട്ലൈറ്റിൻ്റെ വെട്ടത്തിൽ എല്ലാവരുടെയും കണ്ണുകളിൽ തിളങ്ങി. ഇന്ദ്രൻ പാർവതിയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു വരുന്നത് എല്ലാവർക്കും ഒരു മനോഹരമായ കാഴ്ചയായി അവിടെയുള്ള വലിയ സ്ക്രീനുകളിൽ തെളിഞ്ഞു. എന്നാൽ ഇന്ദ്രൻ്റെ ഒപ്പം വരുന്ന പാർവതിയുടെ മുഖം കണ്ടതും പാർവതിയുടെ കോളേജിൽ നിന്ന് വന്ന അധ്യാപകരുടെയും പ്രിൻസിപ്പലിൻ്റെയും ശ്രുതിയുടെയും എല്ലാ മുഖത്ത് ഒരു ഞെട്ടലായിരുന്നു. പുഞ്ചിരിയോടെ പാർവതിയെയും ചേർത്ത് പിടിച്ചു വരുന്ന ഇന്ദ്രനെ എല്ലാവരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ഇന്ദ്രൻ്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം വളരെ ചുരുക്കം ചിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ദ്രൻ പാർവതിയും കൊണ്ട് റോസാപ്പൂക്കളാൽ മനോഹരമായിരിക്കുന്ന ആ സ്റ്റേജിലേക്ക് കയറി. റെഡ് റോസാപ്പൂക്കൾക്ക് ഇടയിൽ വൈറ്റ് ഡ്രസ്സിൽ നിൽക്കുന്ന അവർ വളരെ മനോഹരമായിരുന്നു കാണാൻ. അപ്പോഴേക്കും എല്ലാ ലൈറ്റുകളും അവിടെ പ്രകാശിച്ചു. എല്ലാവരും നിറഞ്ഞ കയ്യടിയോടെ അവരെ രണ്ടുപേരെയും സ്വീകരിച്ചു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ബിസിനസ് ടൈക്കൂൺ ഇന്ദ്രജിത്ത് ലോക്നാഥ് ഗുപ്തയുടെ പ്രണയിനി ഭാര്യ ആരാണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നില്ലേ? അതാണ് ഈ നിൽക്കുന്ന മിസ്സിസ് പാർവതി ഇന്ദ്രജിത്ത് ലോക്നാഥ് ഗുപ്ത. അഖിൽ വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും പാർവതിയുടെ പേര് അനൗൺസ് ചെയ്തതും ഞെട്ടലോടെ നിന്ന പാർവതിയുടെ കോളേജിൽ നിന്ന് വന്ന അധ്യാപകരും സഹപാഠികളും എല്ലാവരും കണ്ണിമ വെട്ടാതെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. ഇനി പാർവതി ആരാണെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. ILG ഗ്രൂപ്പിൻ്റെ ഇപ്രാവശ്യം നടന്ന ഫാഷൻ ഷോയുടെ വിന്നർ ഡിസൈനറാണ് പാർവതി. പാർവതി ഈ ഷോയിൽ പങ്കെടുക്കാനായി എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രജിത്ത് ലോക്നാഥ് ഗുപ്തയുടെ പ്രണയിനിയായി മാറിക്കഴിഞ്ഞിരുന്നു. അവരുടെ നല്ല ക്യൂട്ട് റൊമാൻറ്റിക് സ്റ്റോറിയാണ്. കേൾക്കാൻ താല്പര്യമുണ്ടോ? എല്ലാവരും അത് കേട്ടതും കൈയടിച്ചു. എല്ലാവരും ആവേശത്തോടെ കേൾക്കണമെന്ന് പറഞ്ഞു. യാദർശികമായി ഞാനും ഈ നിൽക്കുന്ന ഇന്ദ്രജിത്ത് ലോക്നാഥയും കേരളത്തിലേക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെന്നതാണ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങാൻ പോയ സമയത്ത് ഒരു പെൺകുട്ടി ഹെൽമറ്റ് ഊരി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ആ പെൺകുട്ടിയുടെ സഹോദരിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഹെൽമറ്റ് ഊരിക്കൊണ്ട് വരുന്ന ആ പെൺകുട്ടിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ നിൽക്കുന്ന ഇന്ദ്രജിത്ത് ലോക്നാഥ് ഗുപ്തയുടെ ഹൃദയം കീഴടക്കി. ലോകമെമ്പാടും നടന്നിട്ടുള്ള ഇന്ദ്രജിത്ത് ലോക്നാഥ് ഗുപ്തയുടെ ഹൃദയം കീഴടക്കിയത് അന്ന് അവിടെ വെച്ച് കണ്ട ഈ പാർവതിയായിരുന്നു. പിന്നീട് ഇതാരാണെന്നുള്ള തിരച്ചിലായിരുന്നു നമ്മുടെ ഹീറോ. കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ഫാഷൻ ഡിസൈനർ സ്റ്റുഡൻ്റ് ആണെന്ന് അറിയുന്നത്. പിന്നെ അവളെ എങ്ങനെ തൻ്റെ കോട്ടയായ മുംബൈയിലേക്ക് എത്തിക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു നമ്മുടെ ഹീറോ. അങ്ങനെയാണ് അവരുടെ കോളേജിലേക്ക് ഈ പാർവതിക്ക് വേണ്ടിയാണ് ഇന്ദ്രജിത്ത് ലോക്നാഥൻ ഇത്രയും വലിയ ഈ ഷോയിലേക്ക് അവരെ ക്ഷണിക്കുന്നത്. അങ്ങനെ പാർവതിയെയും അവളുടെ കൂട്ടുകാരെയും ഇന്ദ്രൻ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കി. അതിനിടയ്ക്ക് നമ്മുടെ ഹീറോ പലപ്പോഴും നമ്മുടെ നായികയെ കാണാൻ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിൻ പാറിപ്പറന്ന് നടക്കുകയായിരുന്നു. അഖിൽ വളരെ നർമ്മത്തോടെ വളരെ മനോഹരമായി പറയുന്നത് എല്ലാവരും ആകാംക്ഷയോടെയും പുഞ്ചിരിയോടെയും ആണ് കേട്ടിരുന്നത്. അങ്ങനെ പിന്നീട് എല്ലാ ദിവസവും ഹീറോയിനെ ഹീറോ കാണാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു നല്ല മഴയുള്ള ഒരു ദിവസം ഹീറോയിൻ നല്ലൊരു ഡാൻസറാണേ. ഒരു ഡാൻസ് പ്രോഗ്രാം നമ്മുടെ മുംബൈയിലെ ഒരു സ്റ്റേജിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി നമ്മുടെ ഹീറോയിൻ പാർവതി അന്നത്തെ അതിഥിയായിരുന്ന നമ്മുടെ ഹീറോ ഇന്ദ്രജിത്ത് ലോക്നാഥ് ഗുപ്തയുടെ ഒപ്പമാണ് പ്രോഗ്രാം കാണാൻ വേണ്ടി പോയത്. അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല മഴയായതുകൊണ്ട് റോഡെല്ലാം ബ്ലോക്കായി. അങ്ങനെ തിരിച്ച് അവർ കാറിൽ നിന്നും ഇറങ്ങി നടന്നു. ആ യാത്രയിൽ അവർ മഴയിൽ ഒരു കുട ചൂടിയാണ് നടന്നത്. അപ്പോഴാണ് നമ്മുടെ നായകനായ ഇന്ദ്രജിത്ത് ലോക്നാഥ് ഗുപ്ത അവൻ്റെ പ്രണയം നായികയോട് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയണ്ടല്ലോ. നമ്മുടെ ഇന്ദ്രജിത്ത് അല്ലേ, എല്ലാം വെറൈറ്റി ആയിരുന്നു. അഖിൽ പറഞ്ഞതും പാർവതി ഒരു ഞെട്ടലോടെ ഇന്ദ്രനെ നോക്കി. അവളുടെ പേടി മനസ്സിലായതുകൊണ്ട് ഇന്ദ്രൻ കണ്ണു ചിമ്മി കാണിച്ചു. ഇന്ദ്രൻ അഖിലിനെ നോക്കിയതും അഖിൽ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ നായിക പാർവതിയും നായകൻ്റെ പ്രണയം സ്വീകരിച്ചു. വിവാഹം കഴിച്ചു ദേ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. നല്ല മനോഹരമായ സ്റ്റോറിയാണ് അല്ലേ? ഇതിൽ ഇവരുടെ കൂടെ നിന്ന് ഇവരുടെ ഈ പ്രണയം കണ്ടറിഞ്ഞ ഞങ്ങൾക്കെല്ലാവർക്കും അത് ഓർത്തു വയ്ക്കാനുള്ള മനോഹരമായ ഒരു പ്രണയമാണ് ഇന്ദ്രജിത്ത് പാർവതിയുടെ. അഖിൽ വാതോരാതെ സംസാരിക്കുകയായിരുന്നു അവരെപ്പറ്റി. അവിടെ വന്ന എല്ലാവർക്കും ആ പ്രണയകഥ കേട്ടിട്ട് അത്ഭുതമായിരുന്നു.
ഇന്ദ്രജിത്തിൽ നിന്നും അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ചൂടനും എല്ലാവരോടും കർക്കശ സ്വഭാവമായി പെരുമാറുകയും ചെയ്യുന്ന, ഒന്ന് ചിരിക്കുക കൂടി ചെയ്യാത്ത ഇന്ദ്രജിത്ത് ഇത്രയും റൊമാൻറ്റിക്കായ ഒരു നായകനാണെന്ന് ആരും കരുതിയിരുന്നില്ല. ഇനി നമുക്ക് ഇന്ദ്രൻ്റെ ഫാമിലിയെ സ്റ്റേജിലേക്ക് വിളിക്കാം. അങ്ങനെ അഖിൽ പറഞ്ഞതും ഇന്ദ്രൻ്റെ ഫാമിലി എല്ലാവരും സ്റ്റേജിലേക്ക് വന്നു. എന്നാൽ അത് കണ്ടപ്പോൾ പാർവതിയുടെ മുഖം താന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് തൊട്ടറിഞ്ഞതുപോലെ ഇന്ദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കയ്യിൽ പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അത് എന്തിനാണെന്ന് അറിയാവുന്ന ഇന്ദ്രൻ അവളെ തോളിലൂടെ ചേർത്ത് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇന്ദ്രൻ പാർവതിയോട് കാണിക്കുന്ന ആ സ്നേഹം, ആ ചേർത്ത് പിടിക്കൽ എല്ലാം അവിടെ വന്ന എല്ലാവർക്കും ഒരു പുതുമയായിരുന്നു. ഇനി നമുക്ക് പാർവതിയുടെ ഫാമിലിയെ വിളിക്കാം അല്ലേ എന്ന് അഖിൽ പറഞ്ഞതും പാർവതി ഒന്ന് ഞെട്ടി ഇന്ദ്രനെ നോക്കി. അവളുടെ ഞെട്ടൽ തൊട്ടറിഞ്ഞ ഇന്ദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു. അപ്പോഴാണ് ആ ഫംഗ്ഷൻ നടക്കുന്ന എൻട്രൻസിൻ്റെ ഭാഗത്തു നിന്ന് കയറി വരുന്ന പാർവതിയുടെ അമ്മയെയും അച്ഛനെയും ചേച്ചിയെയും വൈശാഖിനെയും വൈഷ്ണവിനെയും അവരുടെ ഫാമിലിയെയും എല്ലാം പാർവതി കാണുന്നത്. അവരുടെ പുറകെ തന്നെ കയറി വരുന്ന ജെൻസിയെയും നീതുവിനെയും അവളുടെ കൂട്ടുകാരുടെ എല്ലാ ഫാമിലിയും അങ്ങോട്ട് വരുന്നത് കണ്ട പാർവതിയുടെ ശരീരം ഒന്ന് വിറച്ചു. അവൾ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് ഒരു പേടിയോടെ നോക്കി. പിന്നെ അവൾ അമ്മയെ നോക്കി. അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന അമ്മയുടെ മുഖത്തെ ആ ഭാവം എന്താണെന്ന് അവൾക്ക് അപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സ്റ്റേജിലേക്ക് അവർ കയറി വരുന്നത് കണ്ടതും പാർവതി വീണ്ടും ഇന്ദ്രനിലേക്ക് ചേർന്നു. അവളിൽ അപ്പോഴും ആ വിറയൽ അവൻ അറിഞ്ഞു. പാറു, ടെൻഷനാവണ്ട, അമ്മയ്ക്ക് എല്ലാം അറിയാം. ഞാൻ തന്നെ അമ്മയെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞതും അവൾ തിരിഞ്ഞ് ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും അവളുടെ കണ്ണുനീർ തുള്ളികൾ പുറത്തേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു. ഇന്ദ്രൻ അവളുടെ കണ്ണ് തുടച്ചു കൊടുക്കുന്നത് എല്ലാവരും കണ്ടു. പാർവതിയുടെ അമ്മ അപ്പോഴേക്കും അവരുടെ അടുത്ത് എത്തിയിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിന്നതേയുള്ളൂ. കണ്ണുനീർ താഴേക്ക് വീഴുന്നത് അമ്മ കണ്ടതും അമ്മ അവളെ ചേർത്ത് പിടിച്ചു. കരയണ്ട, അമ്മയ്ക്ക് എല്ലാം അറിയാം. അമ്മ ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അത് പറയുന്നത്. പെട്ടെന്ന് പാർവതി ഒരു പൊട്ടിക്കരച്ചിലൂടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. സോറി അമ്മ, സോറി. ഞാൻ തന്നെ അമ്മയോട് പറയണമെന്നുള്ളൊരു വാശിയായിരുന്നു. ആ വാശി കാരണമായിരുന്നു അമ്മയോട് ഇത്രയും നാളും പറയാൻ വൈകിയത്. അവൾ പറഞ്ഞു. ആര് പറഞ്ഞു വൈകിയെന്ന്? നിന്റെ അച്ഛൻ അറിഞ്ഞ അന്ന് തന്നെ അമ്മയും എല്ലാം അറിയിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ഈ മകൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അമ്മ ഇന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചു. അത് പാർവതിയിൽ അടുത്തൊരു ഞെട്ടലായിരുന്നു. അതെ, നിന്റെ വാശി ഞങ്ങൾക്കറിയാവുന്നതല്ലേ. അത് നിന്നേക്കാൾ നന്നായിട്ട് ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവിനും അറിയാം. അതുകൊണ്ടാണ് നീ പറയാൻ വേണ്ടി കാത്തിരുന്നത്. പക്ഷേ ഇനിയും വൈകിയാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു സർപ്രൈസ് നിനക്ക് വേണ്ടി അവൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് സങ്കടപ്പെടണ്ട കേട്ടോ. അമ്മ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഇത്രയും നല്ല ഒരു കുടുംബം, ഇത്രയും നല്ല ഒരു മരുമകൻ. ഏതച്ഛനമ്മമാരാണ് മോളെ കൊതിക്കാത്തത്? ഞങ്ങളുടെ മകൾ ഇവൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് അമ്മയ്ക്കറിയാം. കരയണ്ട ഇപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ് അമ്മ അവളുടെ വയറിൽ പതിയെ തൊട്ടു. അപ്പോൾ അമ്മയ്ക്ക് ഇതും അറിയാമെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. സന്തോഷമായിട്ടിരിക്കണം, അമ്മയുണ്ടാകും കൂടെ. അമ്മ മാത്രമല്ല, അച്ഛനും അമ്മയും നമ്മുടെ കുടുംബം എല്ലാം ഉണ്ടാകും. അമ്മ പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടും ചേർത്ത് പിടിച്ചു. നിങ്ങളെല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് വിവാഹം കഴിഞ്ഞ് ആദ്യമായി മകളെയും മരുമകനെയും കണ്ട ഒരു അമ്മയുടെയും അച്ഛൻ്റെയും സന്തോഷമാണ്. അഖിൽ പറഞ്ഞതും എല്ലാവരും കൈയടിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഈ കേക്ക് കട്ടിങ്ങോട് കൂടി ബിസിനസ് ടൈക്കൂൺ ഇന്ദ്രജിത്ത് ലോക്നാഥ് ഗുപ്തയുടെയും മിസ്സിസ് ഇന്ദ്രജിത്ത് ലോക്നാഥ് ഗുപ്തയുടെയും വെഡ്ഡിംഗ് പാർട്ടി ആരംഭിക്കാം. അഖിൽ പറഞ്ഞതും വീണ്ടും എല്ലാവരും കൈയടിച്ചു. പാർവതിയുടെ വീട്ടുകാരും ഇന്ദ്രജിത്തിൻ്റെ വീട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് തന്നെ ഇന്ദ്രനും പാർവതിയും കേക്ക് കട്ടിംഗ് നടത്തി. ഇതെല്ലാം ടി വിയിലൂടെ ലൈവായി പോയിക്കൊണ്ടിരുന്നു. ഇന്ദ്രജിത്ത് ലോക്നാഥ് ഗുപ്തയുടെ വിവാഹ വാർത്ത എല്ലാ ചാനലുകളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വധുവിനെ കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. ഇന്ന് അത് ലൈവായി തന്നെ ടെലികാസ്റ്റ് ചെയ്തു. പരിപാടി നടക്കുന്ന ഹാളിലേക്ക് എത്താൻ
അലോകും അലങ്കൃതയും ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ടി വിയിലൂടെയാണ് അവർ പ്രോഗ്രാം കണ്ടത്. എല്ലാം കണ്ടതും അവർ രണ്ടുപേരും ആകെ ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അലോകിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് കാശിനാഥൻ്റെ ആയിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസമായി ഞാൻ ഈ സ്റ്റോറി ഇട്ടിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാത് ദിവസം മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് എഴുതുന്നതെന്ന്. അങ്ങനെ ആലോചിച്ച് തലയൊക്കെ നല്ല വേദന തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, കണ്ണിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ സ്ക്രീനിൽ തന്നെ ഒരുപാട് സമയം ഞാൻ നോക്കിയിരിക്കുന്നതുകൊണ്ട് കണ്ണിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ലെൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ സ്റ്റോറി ചെയ്യുന്നത് എല്ലാം. പിന്നെ ഇതിൽ പലർക്കും അറിയാം ഞാൻ സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന ടൈം, ഞാൻ മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്ന ടൈം, പലരും എന്നെ ഓൺലൈനിൽ മെസ്സേജ് അയക്കുന്നതും ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ടൈമും എല്ലാം അറിയാം. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ഇൻസ്റ്റയിലടക്കം വാട്സപ്പിൽ എല്ലാം ഞാൻ പലവർക്കും മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ ടൈം വരെ ഞാൻ ഉറങ്ങാതെ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ സ്റ്റോറി ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന ആ ടൈമിലായിരിക്കും ഞാൻ ഈ റിപ്ലൈയും മറ്റും കൊടുക്കുന്നത്. അല്ലാതെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ഉറക്കൊഴിച്ചിരിക്കുന്നതല്ല കേട്ടോ. സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന ടൈമായിരിക്കും അല്ലെങ്കിൽ സ്റ്റോറി എഴുതി വയ്ക്കുന്ന ടൈമിലായിരിക്കും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഉറങ്ങുന്നതിൻ്റെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ എനിക്കുണ്ട്. എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റോറികൾ. അതിന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണെന്നറിയോ? അത് നിങ്ങളാണ്. എനിക്ക് കമൻറ്റ്സ് അയക്കുന്ന എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും ഇത്രയും ഉറക്കമൊഴിച്ചിട്ടും ഇത്ര റിസ്ക് എടുത്തിട്ടും ഞാൻ സ്റ്റോറി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് തരിക. അപ്പോൾ ഞാൻ നല്ല നല്ല സ്റ്റോറികൾ നിങ്ങൾക്ക് തരാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.